സോ ഗൈസ് നിലവിൽ നമ്മുടെ ഈ ഫുട്ബോളിൽ 8th മൊബൈൽ ആനിവേഴ്സറി ക്യാമ്പയിനാണ് ഗൈസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ. അത് പ്രകാരം നമുക്ക് 8 ഒരു എപ്പിക് ഡബിൾ ബൂസ്റ്റർ കാർഡുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊനാമി തരുന്നുണ്ട്. അതെങ്ങനെ ഈസിയായി കിട്ടും, പെട്ടെന്ന് കിട്ടും, അതേപോലെ ഇതിൽ ഏത് പ്ലെയറാണ് ബെസ്റ്റ്, നിങ്ങൾ ഏത് സൈൻ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ചാനലാകത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളത്തെ ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം ഗൈസ്, ഈ 30 ട്രൈ നമുക്ക് ഇതിൽ ഫ്രീ തരുന്നുണ്ട്. 300 പ്ലേസുള്ള പാക്കിൽ കൊനാമി. ആ 30 ട്രൈ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്താൽ മതി കേട്ടോ ഗൈസ്. ചിലപ്പോൾ നിങ്ങൾക്ക് 29 എണ്ണത്തിൽ ലെക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത പ്ലെയറിനെ തന്നെ 30ാമത്തെ ട്രൈയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ സെലക്ഷൻ കോൺട്രാക്റ്റ് വെറുതെ പോയ പോലെ ആവും കേട്ടോ ഗൈസ്. ഫസ്റ്റത്തെ കാർഡ് നമ്മളൊരു CF ബാറ്റിസ്റ്റൂട്ടിൻ്റെ ഗോൾ പൗച്ചർ കാർഡാണ്. ഈ കാർഡാണ് ഈ 8 എപ്പികളിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന ഒരു കാർഡ് കേട്ടോ ഗൈസ്. ഗോൾ പൗച്ചറാണ്. അതേപോലെ അത്യാവശ്യം നല്ല ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരു CF ആണ്. നമ്മുടെ എംബാപ്പെ പോലൊന്നും അല്ല ഈ കാർഡ്. നല്ല ഫിസിക്കൊക്കെ ഇട്ട് കളിക്കുന്ന ഒരു CF ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ CF പറ്റുമെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. ഫോമൊക്കെ അത്യാവശ്യം നല്ലുണ്ട്. സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ ഉള്ളൊരു കാർഡാണ്. അതേപോലെ ഫോം കൺവെയറിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു CFൻ്റെ കാർഡാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു CF അല്ല. അത്യാവശ്യം ഫിസിക്കിട്ട് കളിക്കുന്ന ഒരു CF ആയിരിക്കും. പിന്നെ വാൻ ബ്യൂട്ടീനാണ് നമ്മളൊരു CB ഡിസ്ട്രോയറാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റാറ്റ്സ്, അതേപോലെ 103 ഓവറോളൊക്കെ വരുന്ന ഒരു കാർഡാണ്. അതുപോലെ 80ൻ്റെ മുകളിൽ നമുക്ക് സ്പീഡൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് എത്തിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഫോമും കാര്യങ്ങളൊക്കെ വാൻ ബ്യൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ ആണ് ബൂസ്റ്റർ, ഹെഡിങ്, ബ്ലോക്ക്, അതേപോലെ റൈസിങ് ഷോട്ടൊക്കെ നമുക്കിപ്പോൾ തന്നെ സ്കില്ല് വരുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം ഇതേപോലെയാണ് നമുക്ക് സ്റ്റാറ്റ്സ് വരുന്നത്. നിങ്ങൾക്ക് CB ഇല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റിയൊരു കാർഡായിരിക്കും. CB ഡിസ്ട്രോയർ അല്ലെങ്കിൽ നല്ല 103 ഓവറുള്ള നല്ലൊരു കാർഡാണ് വാൻ ബ്യൂട്ടിൻ്റെ. പിന്നെ നെക്കാട്ടൻ്റെ ഒരു കാർഡാണ് ഗൈസ്. ഹോൾ പ്ലെയർ ആണ്. അത്യാവശ്യം നല്ല AMF റോളൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല പാസിങ് എബിലിറ്റി, അതേപോലെ സ്പീഡ്, ആക്സിലറേഷൻ, ഡ്രിബ്ലിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡ്. അൺവെയറിങ് ഫോം വരുന്നുണ്ട്. ബോൾ കറയിങ് ആണ് ബൂസ്റ്റ്, ഡബിൾ ടച്ച് വരുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റണതാണ് ബൂസ്റ്ററൊക്കെ കൊടുത്തിട്ട് ഗൈസ്. അത്യാവശ്യം നല്ലൊരു AMF റോള് നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ഈ കാർഡും. അതേപോലെ ഗൈസ് അറ്റാക്കിങ് ഫുൾ ബാക്കാണ് ഓടോൻ്റെ. ഇതും അത്യാവശ്യം 103 102 റേറ്റിംഗൊക്കെ പോകുന്ന ഒരു കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫുൾ ബാക്കിന് വേണ്ട സ്കില്ലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അറ്റാക്കിങ് ഫുൾ ബാക്കാണ്. പിന്നെ നമുക്ക് അടുത്ത പറയാനുള്ള മൈക്ലോവനാണ് കേട്ടോ ഗൈസ്. മൈക്ലോവൻ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു CF ആണ്. അപ്പോൾ എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റിയൊരു CF ആയിരിക്കും. ഇതേപോലെയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു CF ആണ് മൈക്ലോവൻ്റെ. പക്ഷേ ഫോം മാത്രമാണ് കുഴപ്പം. സ്റ്റാൻഡേർഡ് ഫോമേ വരുന്നുള്ളൂ. സൂപ്പർ സബ് സ്കില്ലൊക്കെ അപ്പോൾ വരുന്നുണ്ട്. ഫോം എല്ലാ കളിയും കിട്ടണമെന്നില്ല. അതാണ് മൈക്ലോവൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് കേട്ടോ ഗൈസ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു CF ആണ് മൈക്ലോവൻ. നമുക്ക് അടുത്ത പറയാനുള്ളത് ഗോയിലിൻ്റെ ഈ ഒരു കാർഡാണ് കേട്ടോ ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ്. കാരണം റൊമേൻ ഫ്ലാഗാണ് പ്ലേ സ്റ്റൈൽ വരുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലും നിങ്ങളെ ഇഷ്ടത്തിന് ട്രെയിൻ ചെയ്ത് ഇതേപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. സ്റ്റാൻഡേർഡ് ഫോമേ ഇതിന് കൊനാമി കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഡബിൾ ടച്ച് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു RWF RMF ഒക്കെ നിങ്ങൾക്ക് കളിപ്പിക്കണമെങ്കിൽ ഗുലിൻ്റെ ഈ കാർഡ് നിങ്ങൾക്കൊന്ന് സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ കീപ്പറിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൈൻ ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത്. കാരണം ഇതേപോലെയാണ് സ്റ്റാറ്റ്സ് വരുന്നത്. നമ്മളെ വെക്ടർ പാക്ക് ഇതിനും സ്റ്റാറ്റ്സ് ഉണ്ട്. അവിടെ നിങ്ങളത് സൈൻ ചെയ്യുക അവോയ്ഡ് ചെയ്യണമായിരിക്കും ഗൈസ് നല്ല ഓപ്ഷൻ. പിന്നെ ഉള്ളത് ബെർക്യാമ്പാണ്. ബെർക്യാമ്പ് നല്ലൊരു ഹോൾ പ്ലെയറാണ്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഡെന്നീസ് ബെർക്യാമ്പിൻ്റെ ഒരു കാർഡാണ്. അത് ഹോൾ പ്ലെയർ ഇതേപോലെയൊക്കെ ട്രെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. AMF ഒക്കെ കളിപ്പിക്കാം. പക്ഷേ ഈ കാർഡ് ആരും സൈൻ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഗൈസ്. കാരണം കൊനാമി ഇതേപോലെ കൊണ്ടുവന്ന് തരുന്ന കാർഡുകളൊക്കെ നെർഫ് ചെയ്ത് കളയാറുണ്ട്. നിങ്ങൾക്കറിയാം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സ്ട്രൈഡർ, അതേപോലെ ഡേഡുയൊക്കെ നല്ല നെർഫ് ചെയ്ത് പവറൊക്കെ കുറച്ചുകൊണ്ട് ഇതും കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു AMF ആണെന്നുണ്ടെങ്കിൽ നെക്കാട്ടൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. ഓവറോളും അതേപോലെ ഫിസിക്കൊക്കെ ഇട്ട് കളിക്കാൻ CF ആണ് വേണം നിങ്ങൾക്ക് ബാറ്റിസ്റ്റൂട്ടിന് ചൂസ് ചെയ്യേണ്ട വോയിസ്. അല്ലാതെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കണം ഓവറോൾ കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവൺ ചൂസ് ചെയ്യുക. എന്തായാലും 21 ഫ്രീ ട്രൈ കംപ്ലീറ്റ് ചെയ്താലല്ലേ നമുക്ക് ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് തരിക. എന്തായാലും 1-2 ആഴ്ച കൊണ്ടാൽ ഒലിപ്പിച്ചിട്ട് തരുള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ട്രയലായാലും കിട്ടിക്കണമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വോയിസ്. നിങ്ങൾ പിന്നെ ഇതിൽ ആരെ ചൂസ് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. റോഡ് ടു 100 സബ്ബാണ് കേട്ടോ വോയിസ്.